ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾക്ക് ശേഷം ഏകദേശം കഴിഞ്ഞ 2-3 മാസങ്ങളിലേറെയായിട്ട് മാധ്യമങ്ങളിൽ നിന്നും പ്രത്യക്ഷനായ എമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഘട്ടത്തിലായിരുന്ന പൃഥ്വിരാജ് ഇന്ന് വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തപ്പെട്ടപ്പോൾ രാജുവേട്ടന്റെ ഏറ്റവും പുതിയ വരവ് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കിടയിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പൃഥ്വിരാജ് വളരെ വ്യക്തതയോടെ മറുപടി പറയുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് പ്രസ് മീറ്റിൽ കാണാനായിട്ട് കഴിഞ്ഞത്. അമ്മ സംഘടനയ്ക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ആരോപണ വിധേയർ അധികാര സ്ഥാനങ്ങളിൽ നിന്നും മാറി നിൽക്കണം, വേട്ടക്കാരെ എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം തുടങ്ങിയ വ്യക്തതയോടെ കൃത്യതയോടെ പൃഥ്വിരാജ് ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിനിടയിലായിരുന്നു നിലവിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയെ തന്നെ തകർത്തെറിയണമെന്ന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന മലയാളത്തിലെ പ്രമുഖ TV ചാനലായ റിപ്പോർട്ടർ TV മാധ്യമ പ്രവർത്തകരിൽ നിന്നും ഒരു ചോദ്യം ഇങ്ങെത്തിയത്. ചോദ്യം ഇപ്രകാരമായിരുന്നു: നടിയെ ആക്രമിച്ച കേസിൽ മൊഴിമാറ്റിയ താങ്കളുടെ സഹപ്രവർത്തകരുടെ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്, എന്താണ് അഭിപ്രായം? അതിന് പൃഥ്വിരാജിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: പോലീസിൽ വന്ന മൊഴിയും കോടതിയിൽ വന്ന മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ മാധ്യമങ്ങളല്ലേ പറയുന്നത്. ചാനലിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. മാധ്യമങ്ങൾ പുറത്തുവിടുന്നതെല്ലാം തന്നെ വിശ്വസ്തമാണോ എന്നൊരു ചോദ്യത്തോടു കൂടിയാണ് പൃഥ്വിരാജ് മറുപടി അവസാനിപ്പിച്ചത്. അങ്ങനെ ഒരു തീപാറും മറുപടി നൽകിയ പൃഥ്വിരാജിന്റെ ആ ഒരു വാർത്താ റിപ്പോർട്ടർ TVയിൽ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് വന്നപ്പോൾ അതിങ്ങനെയായി മാറിയിരിക്കുകയാണ്. താരങ്ങൾ മൊഴി മാറ്റിയത് ചോദിക്കണം എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് എന്നാണ് റിപ്പോർട്ടർ TV ഇങ്ങനെ ഒരു പോസ്റ്റായിട്ട് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതോടെ പൃഥ്വിരാജിന്റെ തന്നെ ജനഗണമന, ലൂസിഫർ എന്നീ സിനിമയിലെ ചെറിയ വിഷയങ്ങളായിട്ട് വന്ന മാധ്യമ വിഷയം വീണ്ടും ചർച്ചയായി മാറുകയാണ്. എന്തായാലും പൃഥ്വിരാജിന്റെ സോഷ്യൽ മീഡിയയിൽ നിറയെ കയ്യടികളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു നിലവിലെ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ട പൃഥ്വിരാജ് പ്രസ് മീറ്റ് നടത്തിയതല്ല, മറിച്ച് പൃഥ്വിരാജ് സഹ ഉടമയായിട്ട് വരുന്ന ഫോഴ്സ കൊച്ചി FC പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് പൃഥ്വിരാജ് കൊച്ചിയിൽ എത്തിയത്. ഇതിനിടയിൽ അടുത്ത 2 ദിവസങ്ങളിലും പൃഥ്വിരാജിന് കൊച്ചിയിൽ പരിപാടികളുണ്ട്. അതിലൊന്ന് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ ആണ്. ചിത്രം ഏകദേശം 90 കോടിയോളം രൂപ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത പൃഥ്വിരാജിന്റെ ഈ വർഷത്തിലെ സിനിമയാണ്. ചിത്രത്തിന്റെ സക്സസ് സെലിബ്രേഷൻ നാളെ ഓഗസ്റ്റ് 27-ാം തീയതി വൈകിട്ട് നടക്കും. അതേസമയം ആടുജീവിതം എന്ന സിനിമയുടെ സക്സസ് സെലിബ്രേഷനും ഈ ആഴ്ച നടക്കുകയാണ്. പൃഥ്വിരാജിന്റെ കരിയറിൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത എങ്ങും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ മറ്റന്നാൾ ഓഗസ്റ്റ് 28-ാം തീയതി നടക്കുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേട്ട്.